ആറ്റുകാൽ പൊങ്കാലയുടെ പുണ്യവുമായി വീടുകളിലേക്ക് മടങ്ങുകയാണ് ഭക്തർ. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുകയാണ്. ശ്രീകുമാർ, ഭക്തരെല്ലാവരും നിർവൃതിയോടെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഷൈമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഇതേ സമയത്ത് നഗരത്തിലേക്ക് ഒരു പ്രവാഹമായിരുന്നുവെങ്കിൽ ഇന്ന് തിരിച്ചൊരു പ്രവാഹമാണ് നഗരത്തിന് പുറത്തേക്ക്. ആ ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അനന്തപുരിയുടെ എല്ലാ ഭാഗങ്ങളും വണ്ടികളും അതുപോലെ തന്നെ ഭക്തരെയും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ തിരിച്ചു പോക്കിനുള്ള സമയമാണ്. റോഡുകളൊക്കെ നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1:15 നിവേദ്യം അർപ്പിച്ചതോടുകൂടി തന്നെ ഭക്തജനങ്ങൾ മടക്ക യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. അത് അന്യ ജില്ലകളിൽ നിന്നും അതുപോലെ അന്യ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ എത്തിയവർ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. റോഡുകളൊക്കെ നല്ല തിരക്കുണ്ട്. റോഡുകൾ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് സംവിധാനമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വലിയ രീതിയിലാണ് ഇന്നലെ മുതൽ തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. അവരുടെയൊക്കെ വലിയൊരു ഇടപെടൽ ഈ പറഞ്ഞ പോലെ ഗതാഗതക്കുരുക്കുണ്ടാകാത്ത രീതിയിലുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഭക്തലക്ഷങ്ങൾക്ക് ആത്മസായുജ്യം പകർന്നുകൊണ്ട് തന്നെയാണ് ഈ അനന്തപുരിയിൽ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചത്. ഈ കുംഭമാസവും പൂരം നാളും അതുപോലെ തന്നെ കാർത്തിക അതുപോലെ പൂർണ്ണ ആ ദിവസവും വരുന്ന ദിവസമാണ് ഈ പൊങ്കാല അർപ്പിക്കുന്നത്. പൗർണമിയും വരുന്ന ദിവസം, പൂരവും പൗർണമിയും വരുന്ന ദിവസത്തിലാണ് പൊങ്കാല അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ് നമുക്ക് ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നിപ്പം പൊങ്കാലയിട്ട് അർപ്പിച്ചതിന് ശേഷം വീണ്ടും അടുത്ത ഒരു വർഷത്തിന് വേണ്ടി ഇവർ കാത്തിരിക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ അവർക്കെല്ലാം ആത്മസായുജ്യം അണഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഭക്തജനങ്ങൾ മടങ്ങിപ്പോകുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ തന്നെ ഇതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കും. നഗരസഭയും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരും മറ്റ് ശുചീകരണ തൊഴിലാളികളും എല്ലാവരും ചേർന്ന് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം കട്ടയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ കൊതുമ്പും മറ്റ് വസ്തുക്കളും അതായത് ഹരിതചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ പൊങ്കാല ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയത്. എങ്ങനെയുണ്ട് മടക്കമൊക്കെ? നമ്മള് വണ്ടിയിലാ വന്നത്. എല്ലാം ഒതുക്കിയല്ല? എല്ലാം ഒതുക്കി. എവിടുന്നാ വന്നത്? ആലഞ്ചേരി. എല്ലാം ഒതുക്കിയല്ല? ഇനി എല്ലാം വൃത്തിയാക്കിയിട്ടാണോ പോണത്? എല്ലാം ഒതുക്കി. ഇനി അടുത്ത വർഷം വരണം. പ്രാർത്ഥിച്ചു അല്ലേ? പിന്നെ നന്നായി പ്രാർത്ഥിച്ചു. അപ്പം ഒരു എന്താ പറയുന്നത്, നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെയാണ് പ്രാർത്ഥിച്ചത്? പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അടുത്ത വർഷം ദൈവം അനുഗ്രഹിച്ചാൽ വീണ്ടും വരണം. എന്തായാലും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഒരു കുടുംബത്തിനും അതുപോലെ തന്നെ സമരങ്ങളുടെ തീജ്വാലകളാണ് നമുക്കുണ്ടത്. സമരക്കാർ പൊങ്കാലയിട്ട ദിവസം, അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ അനുഭവമായിരുന്നു അനന്തപുരിയിൽ നമുക്ക് പറയാൻ സാധിക്കുക. ഷൈമ. ശരി ശ്രീകുമാർ, ഭക്തരെല്ലാവരും ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ച ശേഷം മടങ്ങുകയാണ്. വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് സർക്കാർ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത്. വിവരങ്ങൾ നൽകിയത് ശ്രീകുമാർ ആയിരുന്നു.